ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സ് വെജിറ്റബിൾ കട്ട്ലറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം ടൈം കളയാതെ പ്രിപ്പറേഷനിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് 1.5 കപ്പ് ഓട്സ് ആണ്. വളരെ പൊടിയായി അരിഞ്ഞ വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും ആണ്. മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് 2 എണ്ണം, എരിവ് അധികം ഇഷ്ടമുള്ളവർക്ക് 3 എണ്ണം വരെ എടുക്കാം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങിയത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഓട്സ് ഫുള്ളായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകരുത്. ഓട്സ് ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്ന സവാളയിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് വല്ലാതെ ചൂടാവുകയൊന്നും വേണ്ട. വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി. ഇങ്ങനെ പൊടിയായി അരിഞ്ഞാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാലും മതി. നമ്മുടെ വെജിറ്റബിൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുത്തതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ വെജിറ്റബിൾ മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സിൽ നിന്ന് 1 കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് മാറ്റി വയ്ക്കണം, നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.5 കപ്പിൽ നിന്ന് 1 കപ്പ് ഓട്സാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്തിട്ട് ഉരുട്ടി കൊടുക്കാം. ഉരുട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം ഓട്സ് ഒരു നല്ല ബൈൻഡറായിട്ട് ആക്ട് ചെയ്യും. ഇനി അഥവാ നിങ്ങൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ബോൾസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കോട്ടിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മൈദ മിക്സ് വേണം. മൈദ 1 ടേബിൾ സ്പൂൺ മൈദയും 1 നുള്ളു ഉപ്പും അല്പം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ മൈദ മിക്സ്ചർ ഞാൻ ഉണ്ടാക്കിയത്. മൈദ മിക്സ്ചറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് ഇട്ടിട്ട് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കുക. ഈ കോട്ടിങ് കമ്പൽസറി അല്ല. ഈ കോട്ടിങ് ഇല്ലാതെ നമുക്ക് പൊരിച്ചെടുക്കാം. അതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഇതാണ് ഞാൻ കോട്ട് ചെയ്യാതെ മാറ്റി വെച്ച കട്ട്ലറ്റ്സ്. ഇത് നമുക്ക് ഒരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഹെൽത്തി സ്നാക്കാണ് ഞാൻ പറഞ്ഞു. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കോട്ട് ചെയ്ത കട്ട്ലറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഓട്സിൻ്റെ ഭാഗം കരിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കടിക്കുമ്പോൾ ഉണ്ടാവുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കായിട്ടും നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.